ചേച്ചി എന്തിനിപ്പോ വീണ്ടും വണ്ടി നിർത്തിയത്? എനിക്കൊന്ന് നട്ടു നിവർത്തണ്ടേ, കുറെ നേരം ഞാൻ റിസ്ക് പിടിച്ച പരിപാടി തുടങ്ങിയിട്ട്. നിനക്ക് അവിടെ ചൊറുങ്ങും തിന്നാൻ മതിയായിരുന്ന സൈഡിലേ, എനിക്കതാണ് പരിപാടി. ഭയങ്കര റിസ്ക് ആയിട്ടുണ്ട്. കണ്ണും കാലും കയ്യൊക്കെ ഒരേപോലെ വർക്ക് ചെയ്ത് തരുന്ന സമയമായിരുന്നു. ഇനി കയറിക്കോ, നടുക്കൊക്കെ ഒന്ന് നിവർത്തിയാൽ മതിയായിരുന്നു. എനിക്കൊന്ന് നിന്ന് കഴിഞ്ഞാൽ സെറ്റായി. ഇനി പോയാലോ നമുക്ക്? ഇനി നമ്മുടെ ടീമിൻ്റെ അടുത്തേക്ക് പോകാം. നമുക്ക് ടീമിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് കുറച്ച് ഡയലോഗൊക്കെ കളക്കാണ്ട്. നമ്മൾ ഇത്ര വലിയ റിസ്ക് ഒക്കെ എടുത്തെന്നുള്ളത് നീ അവരുടെ അടുത്ത് പറഞ്ഞ് ബിൽഡപ്പ് ചെയ്തോളോട്ടെ. എന്നെ ഇങ്ങനെ പൊക്കി വെച്ചോളോ. ഞാൻ എന്ത് റിസ്ക് എടുത്ത പരിപാടിയാണ്, നീ കണ്ടതല്ലേ? അത് നീ അവരുടെ അടുത്ത് ജസ്റ്റ് പറഞ്ഞാൽ മതി, അപ്പം തന്നെ ഞാൻ പൊങ്ങി. അതായത് ചേച്ചി സൂപ്പറാണ്, ഞാൻ അവരുടെ അടുത്ത് തള്ളി മറിക്കണം, അത്രല്ലേ വേണ്ടോ? തള്ളി മറിക്കുക? അപ്പം നീയലോടെ നേരത്തെ പറഞ്ഞ ചേച്ചി സൂപ്പറാന്നൊക്കെ. അപ്പം വെറുതെ തള്ളിയത് നീയാണല്ലേ? ഞാനങ്ങനെ പലതും പറയും, ഞാൻ ചുമ്മാ പറയുന്നതല്ലേ ചേച്ചി നിന്ന് പൊക്കാൻ. ചേച്ചി ഇന്നാളല്ലേ എന്നോട് സ്നേഹം കാണിക്കല്ലോ, അത് കാരണം ഞാൻ വെറുതെ തള്ളിയതാണ്. ചേച്ചി അതൊക്കെ വിശ്വസിച്ചവിടെ ഇരുന്നോ? നമുക്ക് വേഗം അവിടെ എത്തി. ഇതവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ചേച്ചി ഇങ്ങോട്ട് വണ്ടിയിൽ ഇറങ്ങി അവരുടെ അടുത്ത് സംസാരിച്ച പോയിട്ട്. നിനക്കുള്ളത് ഞാൻ പിന്നെ തരണ്ടാ. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചോണ്ട്, നീ പറയുന്നു വേണ്ടാക്കി അവരുടെ അടുത്ത് സംസാരിക്കാൻ നിന്റെ ഇതൊന്നും വേണ്ട കേട്ടാ. ഞാൻ സംസാരിച്ചോണ്ട് ഡ്രൈവർ താഴെ ഇരുന്നു തോന്നുന്നു. വായ നീ വാ, നിനക്കെന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് തരാടാ. ആ വായ മച്ചാനെ. അതെ, സംഭവം കൊണ്ടുവന്നുണ്ട്. ഈ വണ്ടി മൊത്തം ഡ്രഗ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് തുറന്നു നോക്കിയാലോ? എന്തിനു തുറന്നു നോക്കുന്നു വേണ്ടേ? ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ആളൊഴിഞ്ഞ വല്ല സ്ഥലം ഉണ്ടോ നോക്കുക. അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടും ഒക്കെ ഉണ്ട് കത്തിച്ചണ്ട് കളയാം. അല്ല ചിങ്ങ തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോഴും മാറുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളേന്ന് പറയണ്ട, മച്ചാന്റെ മാത്രട്ടാ, ഞങ്ങളുടെ മനസ്സൊന്നും മാറാൻ പോലില്ല. അയ്യ എൻ്റെ പൊന്നെ, എന്തൊരു കഷ്ടം. ഞാൻ വെറുതെ പറഞ്ഞാടോ, നമുക്ക് എന്തായാലും കൊണ്ടുപോകാം. ഇത് കത്തിച്ച് തന്നെ അടങ്ങുള്ളൂ. തുറന്നു നോക്കൊന്നും വേണ്ട. എന്നാ പിന്നെ വേഗം പോവാം നമുക്ക്. ഷിൻജാനും മൈക്കിളപ്പനും ഇവിടെ നിന്നോ, ഞാനും ഡ്രൈവർ മാത്രം പോയാൽ മതി. ഷിൻജാനെ നോക്കാനായിട്ട് മൈക്കിളപ്പ് ഇവിടെ നിന്നോ. എല്ലാവർക്കും കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുത്തി കയറി പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും ഡ്രൈവറും പോയിട്ട് വരാം. നിങ്ങളിവിടെ നിൽക്കട്ടാ, വെയിറ്റ് ചെയ്ത് നിൽക്ക്. അത് ഞങ്ങൾ പിന്നാലെ വരണ്ട, വണ്ടിയുടെ ഇടയിൽ പെടണ്ട രണ്ടെണ്ണം കൂട്ടിയിട്ട് അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ.